ഈ കഴിഞ്ഞ കൊല്ലം 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 365 ദിനരാത്രങ്ങൾ. ആ ഒരു കൊല്ലത്തിനിടയിൽ ഈ കൊച്ചു കേരളം ഒന്ന് നേരിൽ കാണാൻ കേരളത്തിന് വെളിയിൽ നിന്നും ഇവിടേക്ക് ഒഴുകിയെത്തിയവരുടെ എണ്ണം 2,30,00,000 ആണ്. 2,30,00,000 മനുഷ്യർ കേരളം ഒന്ന് കാണാൻ ഇങ്ങോട്ടൊഴുകിയെത്തി. ഇതൊരു സർവ്വലോക റെക്കോർഡാണ്. ഇന്ന് വരെയുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലെ ഏറ്റവും ഉയർന്ന തോത്. എന്താണ് കേരളം കാണാൻ ഇങ്ങനെ ആളുകൾ ഒഴുകിയെത്താൻ കാരണം? ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളും മാത്രമല്ല. കേരളത്തിന്റെ മികവറിയാൻ, എങ്ങനെയാണ് ഈ കൊച്ചുനാട് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, പട്ടിണിയുടെ റിപ്പബ്ലിക്കായി ഇപ്പോഴും നിലകൊള്ളുന്ന ഇന്ത്യയിൽ ഉയർന്ന ജീവിത സൂചികകളുടെ മെച്ചപ്പെട്ട മനുഷ്യജീവിതം സാധ്യമാവുന്ന അമേരിക്കയോടും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടും മത്സരിക്കാൻ കഴിയുന്ന ഒരു കൊച്ചുനാടായി എങ്ങനെ കേരളം വളർന്നു, ആ വളർച്ചയെക്കുറിച്ച് പഠിക്കാനാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി മനുഷ്യർ ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഈ വളർച്ചയെ ഏറ്റവും ത്വരിതഗതിയിൽ എത്തിച്ചത് ഈ കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ ഭരണമാണ്. ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ നേട്ടം ചെറുതാണ്. പഴയ കാര്യങ്ങൾ പലരും വേഗത്തിൽ മറന്നുപോകും. 10 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം രാഷ്ട്രീയ കാരണങ്ങളാൽ നമ്മളെ എതിർക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്കും നമ്മുടെ നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളെ അംഗീകരിക്കാതെ വയ്യ എന്നതാണ് വസ്തുത. ഇപ്പൊ ഇവിടെ ആലത്തിയൂരിൽ നിങ്ങൾ നോക്കൂ, ചുറ്റും കാണുന്ന എല്ലാ കെട്ടിടങ്ങളിലും വൈദ്യുത ദീപങ്ങൾ തിളങ്ങി കത്തുകയാണ്. ഇത് എത്ര സമയം കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാകും. കേരളത്തിൽ ഇപ്പൊ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. ഇതൊരു വലിയ മാറ്റമല്ല. നമുക്ക് വോട്ട് ചെയ്യാത്തവരുണ്ടാവാം, പക്ഷെ അവർക്കും ഈ മാറ്റം അംഗീകരിക്കാതിരിക്കാനാവും. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ ആദ്യം 1/2 മണിക്കൂർ കട്ട്, പിന്നെ അത് 1 മണിക്കൂർ പവർ കട്ടായി നീണ്ടു. പിന്നീട് കണക്കൊക്കെ പോയി അപ്രഖ്യാപിത കട്ട്. തോന്നുമ്പോൾ കറണ്ട് പോകും, തോന്നുമ്പോൾ വരും. ഇതായിരുന്നു കേരളം. 10 വർഷം മുൻപുള്ള കേരളം പലരും മറന്നു. വ്യവസായങ്ങൾക്ക് 100% കട്ട്. ആലത്തിയൂരിൽ ഒരു ചെറിയ കുടിൽ വ്യവസായം ഏതെങ്കിലും ഒരാൾ ലോൺ എടുത്തു തുടങ്ങിയാൽ KSEB-യുടെ കറണ്ട് ഇല്ല, അതാണ് 100% കട്ട്. വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിക്കണം. അതായിരുന്നു ഈ കേരളം. വ്യവസായ രംഗത്ത് ശ്മശാനമുഖത തളം കെട്ടി നിന്ന ഇരുളിലാണ്ടുപോയ ഒരു നാട്. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയും കത്തിച്ച് കറണ്ട് കാത്തിരുന്ന ഒരു കാലം. ഇപ്പൊ ആളുകളതൊക്കെ മറന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇപ്പൊ മണ്ണെണ്ണ വിളക്കുണ്ടോ? എങ്ങനെ ഇല്ലാതായി? പവർ കട്ട് എന്ന വാക്ക് കേട്ടിട്ട് എത്ര കാലമായി? അത് UDF-ന്റെ കാലഘട്ടമായിരുന്നു. ഇപ്പൊ മാറി. ഇത് വൈദ്യുതി രംഗത്ത് വന്ന ഒരു മാറ്റം മാത്രമല്ല, എല്ലാ രംഗത്തും. ഏത് രംഗം നിങ്ങൾ എടുത്തോളൂ, കേരളത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന പർവ്വത സമാനമായ നേട്ടങ്ങളുടെ കാലമായി ഈ 10 കൊല്ലം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ സമരം ചെയ്യേണ്ടി വന്ന കുട്ടികൾ, അവരുടെ തലതല്ലി പൊളിച്ച പോലീസിന്റെ ക്രൂരത. കേരളത്തിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി സമരം നടന്നിട്ട് കാലം എത്രയായി? വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സമരം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു അവകാശം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടോ? പരീക്ഷയായിട്ടും പാഠപുസ്തകമില്ല. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബായിരുന്നു. പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് അത് ചോദിച്ചു, പരീക്ഷയായിട്ടും പാഠപുസ്തകം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അന്ന് മന്ത്രി പറഞ്ഞ മറുപടി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. മലയാളികളെ പരിഹസിക്കും വിധം അന്ന് അബ്ദുൾ റബ്ബ് പറഞ്ഞു, ഓണം നേരത്തെ എത്തിയത് കൊണ്ടാണ്. ഓണപരീക്ഷയ്ക്ക് പുസ്തകത്തിൽ ഓണം നേരത്തെ എത്തിയത് കൊണ്ട് അങ്ങനെ പറഞ്ഞ ആളാണ്.
നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞു? ഓണാഘോഷം ആരംഭിച്ച ചരിത്രാതീത കാലം മുതൽ, ചിങ്ങത്തിലല്ലേ ഓണം, കർക്കിടകത്തിൽ ഓണം വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. പക്ഷെ മന്ത്രി പറഞ്ഞ മറുപടി അങ്ങനെയായിരുന്നു. ഇപ്പോഴോ സ്കൂള് തുറക്കുന്നതിന് മുൻപ് പുസ്തകം കയ്യിൽ. അതാണ് മാറ്റം. വിദ്യാഭ്യാസ രംഗം മാറിയ മാറ്റം അതാണ്. ആശുപത്രികളിൽ, സ്കൂളുകളിൽ, റോഡിൽ നോക്കിയാൽ കാണാവുന്ന മാറ്റം. വീടില്ലാത്ത 5 ലക്ഷത്തോളം മനുഷ്യർക്ക് സ്വന്തമായി വീട്. ഇതൊക്കെയാണ് ലോകത്തെ വിസ്മയിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെന്ന് കരുതുക, വേണ്ട, ഒരു 4 പേർ. 20 ലക്ഷം മനുഷ്യരുടെ സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കാലമാണ് ഈ കാലം. സുരക്ഷിതമായ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ 20 ലക്ഷം മനുഷ്യർക്ക് അവരുടെ സ്വപ്നം സഫലമാക്കി കൊടുത്ത ഗവൺമെന്റാണ് സഖാവ് പിണറായിയുടെ ഗവൺമെന്റ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ നേട്ടം. ഇങ്ങനെ എത്ര വലിയ മാറ്റങ്ങൾ! ഒരിക്കലും നടക്കില്ലെന്ന് കരുതി എത്ര വലിയ വികസന പദ്ധതികൾ! ഗെയിൽ പൈപ്പ് ലൈൻ പോലെ, കൊച്ചി ഇടമൺ പവർ ഹൈവേ പോലെ, ദേശീയപാത വികസനം പോലെ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വിഴിഞ്ഞം പോർട്ട്, കേഫോൺ, അങ്ങനെ ആധുനിക ലോകത്ത് കേരളത്തെ സവിശേഷമായി അടയാളപ്പെടുത്തിയ വളർച്ചയുടെ, വികസനത്തിന്റെ, പുരോഗതിയുടെ, മുന്നേറ്റത്തിന്റെ 100 ഉദാഹരണങ്ങൾ. അങ്ങനെയാണ് കേരളം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. ഒപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, അവരെ നേരിട്ട് സഹായിക്കുന്ന ക്ഷേമ പദ്ധതികൾ. 2000 രൂപ പെൻഷൻ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? പ്രധാനമന്ത്രിയുടെ നാട്ടിൽ 2000 രൂപ പെൻഷൻ ഉണ്ടോ? ഇല്ല, ഇന്ത്യയിൽ എവിടെയും ഇല്ല. 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം, ഒരേ ഒരു സംസ്ഥാനം, 62 ലക്ഷം മനുഷ്യർക്കാണ്. ഞാനിന്ന് കാലടിയിലെ ഒരു വീട്ടിൽ പോയി, നമ്മുടെ പാർട്ടിയുടെ ഗൃഹ സന്ദർശന പരിപാടിയുടെ ഭാഗമായി. അപ്പൊ മുതിർന്ന 2 അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. പ്രായമായ ഒരു ഉപ്പുപ്പയും ഒരു ഉമ്മൂമ്മയും. 2 പേർക്കും ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്. അവർക്കൊരാളെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. എല്ലാ മാസവും 2 പേർക്കും കൂടി 4000 ഇന്ത്യൻ ഉറുപ്പിക ഈ സർക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു നാടും അങ്ങനെ ഇല്ല. അതാണ് വ്യത്യാസം. അങ്ങനെയൊക്കെയാണ് പട്ടിണി ഇല്ലാതായത്. ഇപ്പൊ അതിന് പുറമെ വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 35 വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിലെ വീട്ടമ്മമാർക്ക് ഈ പെൻഷൻ അപേക്ഷിക്കാം. ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ്, പുരോഗതിയുടെ ഒരു ഘട്ടം. കേരളത്തിലെ 33 ലക്ഷത്തിൽ പരം 33 ലക്ഷം വീട്ടമ്മമാർ ഈ ക്ഷേമ പദ്ധതിയുടെ ഗുണം അനുഭവിക്കാൻ പോവുകയാണ്. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഒരു തൊഴിൽ കണ്ടെത്തുന്നത് വരെ 1000 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡ്. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ, 33 ലക്ഷം വരുന്ന വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ, യുവതി യുവാക്കൾക്ക് സ്റ്റൈപ്പൻഡ്, എല്ലാം കൂടി ചേർന്ന 1 കോടിയിലധികം മലയാളി. രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, അത് ലീഗായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും ഈ സാമ്പത്തിക സൗജന്യം അവർക്ക് ലഭിക്കും. അത് വാങ്ങിയിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുത്തു, അതൊക്കെ വേറെ കാര്യം. വോട്ടുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുമ്പോ വിശന്ന വയറുമായി നിരാശയോടെ ഒരാളും അന്തിയുറങ്ങാൻ പാടില്ല എന്ന നിലപാടാണ് നാം സ്വീകരിച്ചത്. ഇങ്ങനെയെല്ലാം ഒരു നാടിനെ പുരോഗതിയിലേക്ക് നയിച്ച ഒരു കാലം ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു. അപ്പോൾ നമ്മുടെ പല സഖാക്കൾക്കും നിരാശയുണ്ടായി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ തോറ്റല്ലോ എന്ന് നിരാശപ്പെടുന്നവരുണ്ട്. ചിലർ ചില കടന്ന പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഒരു സർക്കാരിന് എന്തൊക്കെ ചെയ്യാനാവുമോ പ്രതിബദ്ധതയോടെ
പ്രതിസന്ധികളുടെ മുൻപിൽ അടിപതറാതെ ഒരു നാടിനെ, ജനതയെ ലോകത്തിന്റെ മുൻപിൽ അഭിമാനകരമായ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോയപ്പോ, നയിച്ചപ്പോഴും പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടാവുക? അതാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ, സത്യസന്ധമായ നിലപാടുകൾ വലിയ ഭൂരിപക്ഷം നേടി വിജയിക്കും എന്നില്ല. നമ്മളത് തിരിച്ചറിയണം. തിരഞ്ഞെടുപ്പ്, സമരം, യുദ്ധം, ഇതിലെല്ലാം എല്ലായ്പ്പോഴും ശരി ജയിച്ചു കൊള്ളണമെന്നില്ല. അതാണ് ചരിത്രം. ശരി ജയിക്കണമെന്നത് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ ചരിത്രം വ്യത്യസ്തമായ അനുഭവങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹോവാർഡ് ഫാസ്റ്റിന്റെ സ്പാർട്ടക്കസ് എന്നൊരു നോവൽ. അടിമകളുടെ നേതാവായിരുന്നു സ്പാർട്ടക്കസ്. അടിമത്തത്തിനെതിരായി മഹാകലാപം നയിച്ചയാൾ. പക്ഷെ അടിമകളുടെ കലാപം പരാജയപ്പെട്ടു, അടിച്ചമർത്തപ്പെട്ടു. സ്പാർട്ടക്കസിനെയും സഹപോരാളികളെയും എല്ലാം വധശിക്ഷയ്ക്ക് വിധിച്ചു. കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് സ്പാർട്ടക്കസിന്റെ സഹ യോദ്ധാവായിരുന്ന ഡേവിസ് സ്പാർട്ടക്കസിനോട് ചോദിക്കുന്നുണ്ട്, സ്പാർട്ടക്കസ്, നമ്മളായിരുന്നല്ലോ ശരി, എന്നിട്ടും നാം തോറ്റുപോയത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. നമ്മളായിരുന്നല്ലോ ശരി, എന്നിട്ടും നമ്മൾ തോറ്റുപോയത് എന്തുകൊണ്ടാണ്? അനിവാര്യമായും ശരി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്രതീക്ഷിതമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ചിലപ്പോൾ നിരാശപ്പെടും. ആ നിരാശയുടെ കണ്ണുനീരും ചോരയും പുരണ്ട ചോദ്യമാണ്. പക്ഷെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള പരാജയങ്ങൾ ഒരുപാടുണ്ട്. അത് യുദ്ധത്തിൽ ഉണ്ടാവാം, സമരങ്ങളിൽ, പോരാട്ടങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഉണ്ടാവും. 1924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ മുസോളിനിയുടെ പാർട്ടി, ഫാസിസ്റ്റ് പാർട്ടി, ഭൂരിപക്ഷം നേടി ജയിച്ച പാർട്ടിയായി. എത്ര ശതമാനം വോട്ട് നേടി മുസോളിനി? ചരിത്ര വിദ്യാർത്ഥികൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ പാടുപെട്ടേക്കാം. ജനാധിപത്യത്തിലെ വൻ ഭൂരിപക്ഷമാണ് മുസോളിനി നേടിയത്. ആ തിരഞ്ഞെടുപ്പിൽ 65% വോട്ട് നേടിയാണ് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിൽ വന്നത്. ജനങ്ങളുടെ വോട്ട് നേടി ഇറ്റലിയുടെ ഭരണാധികാരിയായ ജനവിരുദ്ധന്റെ പേരാണ് മുസോളിനി. അല്ലാതെ ബലപ്രയോഗത്തിലൂടെയല്ല, തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടാണ് ഫാസിസം ഇറ്റലിയിൽ പിടിമുറുക്കിയത്. ഒരു ദശാബ്ദം തികയുന്നതിന് മുൻപ് ജർമ്മൻ ഫെഡറൽ ഇലക്ഷനിൽ ഹിറ്റ്ലറും ഭൂരിപക്ഷം നേടി ജയിച്ച നേതാവായി. ഹിറ്റ്ലറുടെ നാസി പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാണ് ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്. മുസോളിനിയുടെ വിജയം ശരിയായ രാഷ്ട്രീയത്തിന്റെ വിജയമായിരുന്നുവോ? ഹിറ്റ്ലറുടെ വിജയം ശരിയായ രാഷ്ട്രീയത്തിന്റെ വിജയമായിരുന്നുവോ? അങ്ങനെയാണെന്ന് ചരിത്രം ഒരിക്കലും വിധി എഴുതിയിട്ടില്ല. ഇതെല്ലാം തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ പാഠമാണ്. ഇന്ത്യയിലും ഇത്തരം പാഠങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. ഞാനത് വിശദീകരിച്ച സമയം കളയുന്നില്ല, നിങ്ങളുടെ എല്ലാം ഓർമ്മകളിൽ ഉണ്ടാകും. പക്ഷേ ഒന്നുണ്ട്, എത്ര പരാജയങ്ങൾക്ക് ശേഷമാണെങ്കിലും ആത്യന്തികമായി ശരിയുടെ രാഷ്ട്രീയം ജയിച്ചേ തീരൂ. അതും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നൈമിഷികവും ക്ഷണികവുമായ തിന്മയുടെ വിജയങ്ങളെ കാലം തിരുത്തിയിട്ടുണ്ട്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനക്കൂട്ടം 945 ഏപ്രിൽ മാസം 28-ാം തീയതി മുസോളിനിയെ അടിച്ചു കൊന്നു എന്നതാണ് ചരിത്രം. അതാണ് ഇറ്റലിയുടെ ചരിത്രം. ആ മൃതശരീരം മിലാനിലെ നഗരചത്വരത്തിൽ കെട്ടിത്തൂക്കി. ആ വഴി വന്നവരും പോയവരുമെല്ലാം ശാപവാക്കുകളോടെ മുസോളിനിയുടെ മൃതശരീരത്തിന് നേരെ കല്ലുകൾ പെറുക്കി എറിഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു നാൾ വോട്ട് ചെയ്ത ജനമാണ്. 2 ദിവസം കഴിഞ്ഞ്
തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലടക്കം അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചെമ്പതാക റഷ്യൻ റെഡ് ഗാർഡുകൾ ഉയർത്തുന്ന കാഴ്ച കണ്ട് ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോഴാണ് വളർത്തുനായെയും കാമുകിയെയും കൊലപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. ഇതായിരുന്നു വലിയ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ പര്യവസാനം. അപ്പോ ജനാധിപത്യത്തെ, പുരോഗമനോന്മുഖമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ പരാജയപ്പെടുത്തി മുസോളിനി ജയിച്ചിട്ടുണ്ടാവാം, ഹിറ്റ്ലർ ജയിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ വിജയങ്ങൾ അനാദികാലം നിലനിന്നിട്ടില്ല. കാലം തിരുത്തി ശരിയുടെ രാഷ്ട്രീയം വിജയിച്ചു. സ്പാർട്ടക്കസ് രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ലോകത്തിലെവിടെയും അടിമത്തമില്ല. അടിമത്തം തുടച്ചു നീക്കപ്പെട്ടു. അടിമകളുടെ വിമോചന സമരം ഒരു ഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടാവാം. അതിന്റെ നേതാക്കന്മാർ ദയാരഹിതമായി കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് അവരുടെ മുദ്രാവാക്യങ്ങളെ ലോകം അംഗീകരിച്ചു. ആത്യന്തികമായ വിജയം ശരിയോടൊപ്പം നിലയുറപ്പിച്ചു. ഇതാണ് ചരിത്രം. കേരളത്തിന് എത്ര അനുഭവം. കേരളത്തിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ടാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ലോകത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പെന്ന് തോന്നും. ഇത്ര വലിപ്പം കുറഞ്ഞു പോകുമോ മനുഷ്യർക്ക് എന്ന് സംശയം തോന്നും. തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പരിശോധിച്ചാലോ പരാജയപ്പെട്ടു എന്ന നിസ്സങ്കോചം അംഗീകരിക്കുമ്പോഴും ഇതിനേക്കാൾ എത്രയോ വലിയ പരാജയം ഈ കേരളത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങില്ലാതായി പോയോ? അതുകൊണ്ട് ഇത്തവണ 7 ജില്ലാ പഞ്ചായത്ത് നമുക്കും 7 അവർക്കും, അങ്ങനെയല്ലേ? തോക്കാനൊക്കെ തോറ്റു. പക്ഷെ ഇതൊരു ചെറിയ തോൽവിയാണെന്നേ. എന്നിട്ടും നമ്മുടെ ചില സഖാക്കളെങ്കിലും നിരാശപ്പെട്ടു പോയെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടുമല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ മഹാമുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തിട്ട് സ്വാഭാവികമായി 100% വിജയം നേടേണ്ടിയിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ്. അതല്ലാതെ ഈ പരാജയം വലിയ ആഘാതമേറിയതായത് കൊണ്ടൊന്നുമല്ല. 7 ജില്ലാ പഞ്ചായത്ത് LDF, 7 ജില്ലാ പഞ്ചായത്ത് UDF. അതിൽ തന്നെ UDFന് ലഭിച്ച ജില്ലാ പഞ്ചായത്തിൽ മലപ്പുറവും കോഴിക്കോടും എറണാകുളവും മാറ്റിയാൽ ബാക്കിയെല്ലാം ചെറിയ ജില്ലകളാണ്. 3 നിയമസഭാ സീറ്റുള്ള വയനാട്, 5 അസംബ്ലി മണ്ഡലം മാത്രമുള്ള പത്തനംതിട്ട, അതുപോലെ ഇടുക്കി. എന്നാൽ LDF കാസർഗോഡ് ഒഴിച്ചാൽ, 5 അസംബ്ലി മണ്ഡലമുള്ള കാസർഗോഡ് ഒഴിച്ചാൽ ബാക്കി 6 ജില്ലയും വലിയ ജില്ലകളാണ്. അതുകൊണ്ട് നമ്മൾ തോറ്റിട്ടില്ല എന്ന് സമർത്ഥിക്കാനൊന്നുമല്ല, തോൽക്കാൻ തോറ്റു. പക്ഷെ തോൽവിയെ പരിശോധിക്കുമ്പോ ചരിത്രത്തിലെ ഏറ്റവും ആഘാതമേറിയ തോൽവിയൊന്നുമല്ല. ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം വന്നു. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്തിലെല്ലാം സാമാന്യേന നല്ല തിരിച്ചടി നേരിട്ടു, പരാജയപ്പെട്ടു. കേരളത്തിൽ LDFും UDFും തമ്മിലുള്ള മൊത്തം വോട്ടിന്റെ വ്യത്യാസം എടുത്താൽ ആ വ്യത്യാസം എറണാകുളം, മലപ്പുറം 2 ജില്ലയിലെ വോട്ടാണ്. അതാണ് വസ്തുത. അപ്പൊ ഇതത്രയുള്ളൂ. എന്നാൽ ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ പരാജയം നേരിടേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ചില സ്നേഹിതന്മാർ ധരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതോടെ ഒലിച്ചു പോകുന്ന, അസ്തപ്രജ്ഞമാകുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നാണ്. നിങ്ങൾ ചരിത്രം പഠിക്കണമെന്ന് ഉപദേശിക്കാൻ മാത്രമേ സാധിക്കൂ. ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ കൈവരുന്ന ഉത്തരവാദിത്വങ്ങൾ വിസ്മരിച്ച് ആഹ്ലാദത്തിൽ ആറാടി കടന്നു പോകുന്നവരല്ല നമ്മളിൽ ആരും. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ നിരാശാഭരിതമായ മനസ്സോടെ പതാകമടക്കി വീട്ടിലിരിക്കുന്നവരുമല്ല. 1977 തിരഞ്ഞെടുപ്പ് പ്രായമുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും. അടിയന്തരാവസ്ഥാനന്തരം നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധി തോറ്റ തെരഞ്ഞെടുപ്പ്, ഉത്തരേന്ത്യ കോൺഗ്രസിനെ കൈവിട്ട തെരഞ്ഞെടുപ്പ്, ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷമായി കോൺഗ്രസ് മാറിയ തെരഞ്ഞെടുപ്പ്. പക്ഷെ കേരളം ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം ഇല്ലേ?
77 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPIM-ന് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടി? ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ? 0. അതാണ് ഉത്തരം. ഒരൊറ്റ സീറ്റ് അന്ന് നമ്മൾ ജയിച്ചിട്ടില്ല. എന്ന് ഇന്ദിരാഗാന്ധി വരെ തോറ്റുപോയ, ഇന്ത്യയാകെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ 77 തെരഞ്ഞെടുപ്പിൽ പക്ഷേ കേരളത്തിൽ CPIM-ന് ലഭിച്ചത് 0 സീറ്റാണ്. മുഴുവൻ സീറ്റിലും തോറ്റുപോയി നമ്മൾ. ഇനി ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ CPIM തല ഉയർത്തില്ല എന്ന് വിധി എഴുതിയവരുണ്ടായിരുന്നു. എന്നിട്ടോ 3 വർഷം തികഞ്ഞില്ല. അതിനു മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവിന്റെ പേര് EK നായനാർ എന്നായിരുന്നു. അതാണ് ചരിത്രം. ഒരു തോൽവിയിൽ അസ്തമിച്ചു പോകുന്നതല്ല കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം. പിന്നെയും എത്രയോ അനുഭവങ്ങൾ. 2001 77 വിടാം, 19 കൊല്ലമായി. 2001 സമീപകാലത്ത് കേരള നിയമസഭയിൽ ഇടതുപക്ഷം ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത്. 2001. അതിനുശേഷവും തോറ്റിട്ടുണ്ട്. പക്ഷേ 2001 തിരിച്ചടി ഉണ്ടായിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 40 സീറ്റോ മറ്റോ ആണ് നമ്മൾ ജയിച്ചത്. 100-ലും UDF ജയിച്ചു. അപ്പോഴും ഇനിയൊരിക്കലും കേരളത്തിൽ ഇടതുപക്ഷം തലപൊക്കില്ല എന്ന് വീരസ്യം പറഞ്ഞവരുണ്ടായിരുന്നു. 3 കൊല്ലം തികഞ്ഞില്ല. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റ് 0. LDF 18 സീറ്റിൽ ജയിച്ചു. 19ാമത്തെ സീറ്റിൽ വിജയത്തോളം എത്തിയ തോൽവി പുതിയ ചരിത്രം സൃഷ്ടിച്ചു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിലാണ് നമ്മൾ ജയിച്ചത്, ആലപ്പുഴ മാത്രം. എന്നാൽ 2021 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷം തുടർ ഭരണത്തിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ തെരഞ്ഞെടുപ്പുകൾ. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം ലോകാവസാനമാണെന്ന തെറ്റിദ്ധാരണ ഇടതുപക്ഷത്തെ ഒരാൾക്കും, ഒരു കുട്ടിക്ക് പോലുമില്ല. വലതുപക്ഷത്തും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ സൗകര്യപൂർവ്വം ചരിത്രം മറന്ന് അങ്ങനെ നടിക്കുകയാണ്. അതൊരു പക്ഷേ ചിലരുടെ മാനസിക സംതൃപ്തിക്ക് ഉപകരിക്കുമെന്നല്ലാതെ മറ്റൊരു ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന്, വിജയിച്ചാൽ എന്തുകൊണ്ടൊക്കെയാണ് വിജയം സ്വായത്തമാക്കാനായതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയും ജനങ്ങളുടെ അംഗീകാരം കൂടുതൽ ദൃഢീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും അവരെ കേൾക്കുകയും എന്തെങ്കിലും പിശക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന മനസ്സോടെ തിരുത്തുകയും ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും വ്യാമോഹം, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവരോടൊപ്പം അവർക്കിടയിൽ വാശിയോടെ പ്രവർത്തിക്കുകയും ചെയ്താണ് ഇടതുപക്ഷ രാഷ്ട്രീയം മുൻപോട്ട് പോകും. പക്ഷെ ഒന്നുണ്ട്, ഈ പരാജയം സംഭവിക്കുമ്പോഴും ഈ പരാജയത്തിന്റെ മുന്നിൽ LDF ഗവൺമെന്റ് കേരളത്തിൽ സ്വീകരിച്ച നമ്മുടെ നാടിനെ ലോകോത്തര നിലവാരത്തിലെത്തിച്ച മഹത്തായ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ വേണ്ടെന്ന് വെക്കാൻ പാടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് CPIM-ന്റെ സുചിന്തിതമായ അഭിപ്രായം. ക്ഷേമ പെൻഷൻ ഇനി വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു, അതുകൊണ്ട് ജനങ്ങൾ ക്ഷേമ പെൻഷൻ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു എന്ന നിഗമനത്തിലെത്താൻ പറ്റുമോ? വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു, അതുകൊണ്ട് UDF-ന്റെ പഴയകാലം തിരികെ വരണമെന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമോ? പവർ കട്ട് തിരികെ വരണം എന്നതാണ് ജനങ്ങളുടെ ഹിതം എന്ന് ചിന്തിക്കാൻ പറ്റുമോ? പഴയ മണ്ണെണ്ണ വിളക്കിന്റെ മെഴുകുതിരിയുടെ കാലം തിരികെ വരണം
ഉമ്മൻചാണ്ടിയുടെ പവർ കട്ട് തിരികെ കൊണ്ടുവരണം എന്നാണ് ഈ ജനവിധിയുടെ അന്തസത്ത എന്ന് പറയാൻ പറ്റുമോ? പെൻഷൻ മുടങ്ങിപ്പോകണം, പരീക്ഷ എത്തിയാലും പാഠപുസ്തകം കിട്ടരുത്, റോഡുകൾ താറുമാറാകണം, അഴിമതിയുടെ അരാജകത്വത്തിന്റെ കാലുവാരലിന്റെ അരക്ഷിതാവസ്ഥയിലേക്ക് കേരളം പോകണം എന്നതാണ് ഈ വിധിയുടെ ഉള്ളടക്കം എന്നാരെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ കാര്യങ്ങളൊന്നുമല്ല ജനങ്ങൾ വിധിയെഴുത്തിന് മാനദണ്ഡമാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ പ്രഥമ കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് തെരഞ്ഞെടുപ്പിലും, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ചർച്ച ചെയ്യേണ്ട വിഷയം നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. ഇതാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും. ഏത് തെരഞ്ഞെടുപ്പിലും നാടിനോടും ജനതയോടും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. ഇതാണ് LDF ശ്രമിച്ചത്, ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ നേതാക്കളും ഈ തിരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രതിപക്ഷ നേതാവിന്റെ, പ്രതിപക്ഷത്തെ മറ്റു നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെ വിമർശിക്കാനെങ്കിലും വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച്, ജനങ്ങൾക്ക് അനുഭവവേദ്യമാകേണ്ട ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഒരു വരി, ഒരു വാക്ക്, ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്. പ്രതിപക്ഷം, BJP എല്ലാവരും ഒരേ ഒരു കാര്യം, ശബരിമലയിലെ സ്വർണ്ണപ്പാളി, സ്വർണ്ണ കട്ടിള, തട്ടിപ്പ്, നേതാക്കന്മാരുടെ പ്രസംഗം, മുദ്രാവാക്യം, ലേഖനം, പാട്ട്, പാരടി, എല്ലാം അല്ലേ? അത് മാത്രമാണ്. ഏത് വിഷയവും ചർച്ച ചെയ്യുന്നതിന് നമുക്ക് എതിർപ്പില്ല. പക്ഷെ ഇതുകൊണ്ട് എന്ത് കാര്യം? ശബരിമലയിലല്ല, ഏത് ആരാധനാലയത്തിലും ഒരു തട്ടിപ്പ് നടന്നാൽ അന്വേഷിച്ച് പ്രതിയെ പിടിച്ച് തട്ടിപ്പ് നടത്തിയ സ്വത്ത് തിരിച്ചു പിടിക്കുക എന്നല്ലാതെ പഞ്ചായത്ത് ഇലക്ഷനിൽ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? വല്ല കാര്യവും? ആരാധനാലയങ്ങളിൽ തട്ടിപ്പ് മുൻപും നടന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടത് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇന്നത്തേതുപോലെ അന്നും കുറ്റമറ്റ അന്വേഷണം നടത്തി പ്രതിയെ പിടിച്ചു നോക്കിയപ്പോ പ്രതി INTUC-യുടെ നേതാവായിരുന്നു. അത് മറ്റൊരു കാര്യം. തിരുവാഭരണം തിരിച്ചു പിടിച്ചു, ക്ഷേത്രത്തിലെത്തിച്ചു, പ്രശ്നം അവസാനിച്ചു. ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ്ണമാല മോഷണം പോയി. അറിയപ്പെടുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു ശ്രീ കരുണാകരൻ. പറഞ്ഞു വന്നത്, അറിയപ്പെടുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നിട്ടും ശ്രീ കരുണാകരന്റെ കാലത്ത് അത്തരമൊരു മോഷണം നടന്നപ്പോൾ അന്വേഷണം നടത്താനോ കുറ്റവാളികളെ കണ്ടുപിടിക്കാനോ നിയമാനുസൃത നടപടികൾക്ക് വിധേയരാക്കാനോ സാധിച്ചില്ല. ഇതാണ് വ്യത്യാസം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഒരു തട്ടിപ്പ് നടന്നാൽ LDF ആണ് അധികാരത്തിലെങ്കിൽ കുറ്റമറ്റ അന്വേഷണം നടന്നിരിക്കും, പ്രതികൾ പിടിക്കപ്പെട്ടിരിക്കും, നിയമാനുസൃതം ശിക്ഷിക്കപ്പെട്ടിരിക്കും. UDF ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവുകയുമില്ല. ഇതാണ് അനുഭവം. പിന്നെന്താണ് ശബരിമലയെ കുറിച്ച് ചർച്ച ചെയ്യാൻ? കുറ്റമറ്റ അന്വേഷണം നടക്കുന്നു, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, CPIM എടുത്ത നിലപാട് ഉറച്ചതാണ്. അന്വേഷണം നേരായ ദിശയിൽ മുൻപോട്ട് പോകും. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും
ആർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിയമാനുസൃതം പരിശോധിക്കപ്പെടും. വിശ്വാസികളുടെ ഒരു ചില്ലി കാശ് പോലും അപഹരിക്കപ്പെടില്ല എന്നതാണ് ഉറപ്പ്. ഇപ്പോഴോ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേർ CPM-മായി ബന്ധമുള്ളവരാണ് അത്രേ. അതുകൊണ്ടോ 4 പേർ കോൺഗ്രസുമായി ബന്ധമുള്ളവരാണ്. പക്ഷെ അത് പറയുന്നില്ല. വേണമെങ്കിൽ ആ 4 പേരുടെ രാഷ്ട്രീയ ബന്ധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമലയെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്ര പ്രചരണ വിഷയമാക്കി മാറ്റാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ നടക്കില്ലേ? ആ നെറുകേടിന് എന്തുകൊണ്ടാണ് നാം തയ്യാറാകാതിരുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വളരെ സെൻസിറ്റീവായ ഇത്തരം കാര്യങ്ങളല്ല. അതുകൊണ്ട് നാടിന് പ്രയോജനമില്ല. ചർച്ച ചെയ്യേണ്ടത് നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. എന്നാൽ കോൺഗ്രസോ വികസനക്ഷേമ കാര്യങ്ങളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ ധാർമ്മികമായി അവകാശമില്ലാത്തത് കൊണ്ടാവാം പച്ചക്കള്ളം, വ്യാജമായ പ്രചരണം, വിശ്വാസികളെ വൈകാരികമായ ഒരു തെറ്റിദ്ധാരണയുടെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിച്ച് ഇടതുപക്ഷം ശബരിമല എന്തോ തകർക്കാൻ പോകുന്നു, കൊള്ളയടിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. അതല്ലേ സത്യം? കോൺഗ്രസിന്റെ മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ പെൻഷൻ വാങ്ങാതെ വീട്ടിലിരിക്കുകയാണ്. ശബരിമല കൊള്ളയടിച്ചതിനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എത്ര നല്ല പ്രചരണ വിഷയമാണ് വേണമെങ്കിൽ. ഒരു മന്ത്രിയുടെ സഹോദരനാണ്. പക്ഷെ നമ്മൾ ആ നിലയിലാണോ പ്രചരണം ഏറ്റെടുത്തത്? പരാജയപ്പെട്ടാൽ അന്തസ്സായി പരാജയപ്പെടും. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ, കളവ് പറയാൻ, അങ്ങനെ വോട്ട് നേടാനല്ല നാം ശ്രമിച്ചത്. നൈമിഷികമായ തോൽവികൾ ഉണ്ടായേക്കാം, പക്ഷേ അതൊന്നും സ്ഥായിയായി നിലനിൽക്കില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശബരിമലയെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടുന്നില്ലല്ലോ. കോൺഗ്രസിൽ ആരെങ്കിലും ശബരിമലയെ കുറിച്ച് ഇപ്പോ മിണ്ടുന്നുണ്ടോ? ഇപ്പൊ ആരെങ്കിലും പാരടി പാടുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഓരോ ദിവസം കഴിയും തോറും ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. സമുന്നതരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ജയിലിലേക്ക് പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അന്വേഷണം കഴിഞ്ഞ 20 കൊല്ലത്തേക്ക് നീളുന്നു. പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് ആര് എന്നിപ്പോ വ്യക്തമായി. വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ആര് എന്ന് വ്യക്തമായി. തന്ത്രി ജയിലിലായി. അന്വേഷണം ഡൽഹിയിലേക്ക് നീളുന്നു എന്നതാണ് ഒടുവിലത്തെ വിവരം. ഞാൻ ഈ ഘട്ടത്തിലും ആരുടെയെങ്കിലും പേര് പറയാനോ രാഷ്ട്രീയമായ താല്പര്യത്തോടെ ആർക്കെങ്കിലും എതിരെ വിധി തീർപ്പാക്കാനോ ശ്രമിക്കുന്നതേയില്ല. അത്തരം അന്തസ്സില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രചരണത്തിനും ഒരു കാലത്തും CPIM നിന്നിട്ടില്ല. അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കട്ടെ, തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇപ്പോ ഓരോ ദിവസം കഴിയും തോറും ചിത്രം തെളിയുമ്പോ, കാര്യങ്ങൾ വ്യക്തമാകുമ്പോ ശബരിമല കൊള്ളയുടെ മുഖ്യ സൂത്രധാരന്മാർ കോൺഗ്രസിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരാണെന്നും അവരുടെ അത്യുന്നത നേതൃത്വത്തിലേക്ക് തന്നെ ഈ കൂട്ടുകള്ള കച്ചവടത്തിന്റെ അടിവേരുകൾ നീളുന്നതും നാട് തിരിച്ചറിയാണ്. പക്ഷെ അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കുറെ ആളുകളെ പറ്റിക്കാൻ പറ്റി, കുറെ വിശ്വാസികൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, കുറച്ചാളുകൾ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊന്നും നമുക്കൊരു സങ്കടവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ എത്ര പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നാം. ആ പരാജയങ്ങളിൽ നിന്നും വിജയത്തിന്റെ പുതിയ ആകാശങ്ങളിലേക്ക് ചിറകടിച്ചു വരാൻ 1-2 വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ കേരളത്തിൽ. ചിലത് ഏതാനും മാസങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ബേജാറുമില്ല. ഇപ്പോ അധികാരത്തിൽ നിന്ന് 10 വർഷമായി അകന്നു നിൽക്കുന്നതിന്റെ എല്ലാ മാനസികമായ അസ്വസ്ഥതകളും
ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചയായ വർഗീയത, ആ വർഗീയതയാണ് ആശ്രയിക്കുന്നത്. ഒരു രാഷ്ട്രീയ വിമർശനം ഉയർത്തിയാൽ അതിനെ വർഗീയമായി ചിത്രീകരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ ഉടനെ അത് ഇസ്ലാമിനെതിരാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ്. RSSനെ വിമർശിച്ചാൽ, സംഘപരിവാരത്തെ തുറന്നു കാട്ടിയാൽ ഉടനെ അത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന വ്യാഖ്യാനം വരികയാണ്. ഇതെങ്ങനെ ശരിയാവും? ഇത് ശരിയാവും. രാഷ്ട്രീയമായ വിമർശനങ്ങളെ രാഷ്ട്രീയമായി നേരിടാനുള്ള കരുത്തില്ലാതെ വരുമ്പോ മതത്തെ കൂട്ടുപിടിക്കുക.